അപ്പോ നമുക്ക് ഒരുമിച്ചൊരു യാത്ര പോയാലോ? പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ, ഏറ്റവും ഗംഭീരമായ ചോദ്യങ്ങളിലേക്കുള്ളൊരു യാത്ര. ഇതിന് നമ്മളെ സഹായിക്കുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ കാൾ സാഗന്റെ കോസ്മോസ് ആണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാ കാണാൻ പോകുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഏറ്റവും പുരാതനമായൊരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങും. പിന്നെ പ്രപഞ്ചത്തിന്റെ തുടക്കത്തിന്റെ ചില പ്രതിധ്വനികൾ കേൾക്കാൻ ശ്രമിക്കും. അതിനുശേഷം ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ ഉറക്കമില്ലാത്തൊരു രാത്രിയുടെ കഥ കേൾക്കും. പ്രപഞ്ചത്തിനൊരു മറഞ്ഞിരിക്കുന്ന രൂപമുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. അവസാനം ഇതെല്ലാം അവസാനിക്കാത്തൊരു പ്രപഞ്ച നൃത്തത്തിന്റെ ഭാഗമാണോ എന്നും ചിന്തിക്കും. നമുക്ക് തുടങ്ങിയാലോ? അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ്, ഏറ്റവും പുരാതനമായ ആ ചോദ്യം. മനുഷ്യന്റെ ജനനത്തിൽ നിന്ന് തുടങ്ങി പ്രപഞ്ചത്തിന്റെ ഉദയം വരെ എത്തുന്നൊരു ചിന്തയാണിത്. കാൾ സാഗൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും, ഏത് നാട്ടുകാരായാലും ശരി, ഏത് കാലഘട്ടത്തിൽ ജീവിച്ചാലും ശരി, പങ്കിടുന്ന ഒറ്റ അനുഭവമുണ്ട്. അത് ജനനമാണ്. അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എല്ലാത്തിൻ്റെയും തുടക്കം എവിടെ നിന്നായിരുന്നു? അതെ, ആ വലിയ ചോദ്യം. ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഇതിനൊക്കെ മുൻപ് ഇവിടെ എന്തായിരുന്നു? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചോദ്യങ്ങൾ നമ്മളിന്ന് ചോദിക്കുന്നതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണിത്. ഇന്നത്തെ ശാസ്ത്രം ഇതിനൊരു ഉത്തരം തരുന്നുണ്ട്. അതാണ് ബിഗ് ബാങ്, അല്ലെങ്കിൽ മഹാവിസ്ഫോടനം. സംഭവം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഏകദേശം 1500 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വതും, എല്ലാ നക്ഷത്രങ്ങളും ഗാലക്സികളും നമ്മളുമെല്ലാം ഒരു മൊട്ടുസൂചിയുടെ തലപ്പിനേക്കാളും ചെറിയ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു വമ്പൻ പൊട്ടിത്തെറി. ആ സ്ഫോടനത്തിൽ നിന്ന് സ്ഥലം തന്നെ വികസിക്കാൻ തുടങ്ങി. ഇന്നും ആ വികാസം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരി, ഈ മഹാവിസ്ഫോടനം നടന്നതിന് എന്താ തെളിവ്? വെറുമൊരു കഥയല്ല ഇതെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതിന്റെ ഉത്തരങ്ങൾ, അല്ലെങ്കിൽ ആ തുടക്കത്തിന്റെ ചില പ്രതിധ്വനികൾ പ്രകാശത്തിൽ തന്നെ ഒഴിഞ്ഞിരിപ്പുണ്ട്. നമുക്കത് കണ്ടെത്താൻ ശ്രമിക്കാം. ഇത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒന്നാണിത്. ഡോപ്ലർ ഇഫക്റ്റ്. കേട്ടിട്ടില്ലേ? ഒരു ശബ്ദത്തിന്റെയോ പ്രകാശത്തിന്റെയോ ഉറവിടം നമ്മളിലേക്ക് അടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് അകലുമ്പോഴോ അതിന്റെ തരംഗത്തിനൊരു മാറ്റം വരും. അതാണ് സംഭവം. ഇത് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഉദാഹരണം ഒരു ട്രെയിനാണ്. ഒരു ട്രെയിൻ ചൂളം വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ശബ്ദം ഇങ്ങനെ കൂർത്തു വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അത് കഴിഞ്ഞ് നമ്മളെ കടന്നു പോകുമ്പോഴോ ആ ശബ്ദം പെട്ടെന്ന് താഴ്ന്നു പോകും. ഈ മാറ്റം ശബ്ദതരംഗങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ ഞെരുങ്ങുന്നതുകൊണ്ടും അകലുമ്പോൾ വലിയുന്നതുകൊണ്ടുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതേ കാര്യം പ്രകാശത്തിനും സംഭവിക്കില്ലേ? തീർച്ചയായും സംഭവിക്കും. ശബ്ദത്തിന് അതിന്റെ കൂർമ്മത അഥവാ പിച്ച് പോലെയാണ് പ്രകാശത്തിന് അതിന്റെ നിറം. ഒരു നക്ഷത്രമോ ഗാലക്സിയോ നമ്മളിലേക്ക് അടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രകാശം നീല നിറത്തിലേക്ക് മാറും. ഇതിനെ ബ്ലൂ ഷിഫ്റ്റ് എന്ന് പറയും. ഇനി അത് നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണെങ്കിലോ അതിന്റെ പ്രകാശം ചുവപ്പ് നിറത്തിലേക്ക് മാറും. അതിനെ നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്നും വിളിക്കും. ഇതാണ് പ്രപഞ്ച രഹസ്യം കണ്ടെത്താനുള്ള താക്കോൽ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയാണ്. ഒരു സാധാരണ മനുഷ്യൻ അസാധാരണമായൊരു കണ്ടുപിടുത്തം നടത്തിയതിന്റെ കഥ. ഒരു ജ്യോതിശാസ്ത്രജ്ഞന്റെ നീണ്ട തണുത്ത രാത്രികളുടെ കഥ. ഈ മഹത്തായ കണ്ടുപിടുത്തത്തിന് പിന്നിലെ യഥാർത്ഥ ഹീറോ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരാളായിരിക്കും. മിൽട്ടൺ ഹ്യൂമസൺ. ആരായിരുന്നു ഇദ്ദേഹമെന്നറിയാമോ? 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയൊരാൾ. പണ്ടു മലഞ്ചെരിവുകളിലൂടെ കോവർ കഴുതകളെയും കൊണ്ട് സാധനങ്ങൾ കൊണ്ടുപോയിരുന്ന ഒരാൾ. അങ്ങനെയൊരാൾ എങ്ങനെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം കണ്ടെത്തി? ഹ്യൂമസൺ ആദ്യം ആ ഒബ്സർവേറ്ററിയിൽ ഒരു തൂപ്പുകാരനായും സഹായിയായുമൊക്കെയാണ് ജോലിക്ക് കയറുന്നത്. പക്ഷേ പതിയെ ആ ഭീമൻ ടെലിസ്കോപ്പ് പ്രവർത്തിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിനൊരു പ്രത്യേക കഴിവുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ആ ടെലിസ്കോപ്പിന് മുന്നിലായിരുന്നു. കൊടും തണുപ്പുള്ള രാത്രികളിൽ മണിക്കൂറുകളോളം കണ്ണെടുക്കാതെ ദൂരെയുള്ള ഗാലക്സികളിൽ നിന്നുള്ള നേർത്ത പ്രകാശത്തെ ആ 100 ഇഞ്ച് ടെലിസ്കോപ്പിന്റെ ലെൻസിലേക്ക് പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ അദ്ദേഹം കുറിച്ചുവെച്ചത് ഇങ്ങനെയാണ്: 10 മണിക്കൂർ നീണ്ട ഒരു എക്സ്പോഷർ ചെയ്യാൻ പോകുന്നു. ഒന്നാലോചിച്ച് നോക്കൂ, ഒരൊറ്റ ഫോട്ടോ എടുക്കാൻ 10 മണിക്കൂർ. അത്രയ്ക്ക് ക്ഷമയും കഠിനാധ്വാനവുമായിരുന്നു ആ ജോലിയുടെ പിന്നിൽ. അവസാനം ഹ്യൂമൻസിന്റെ ആ കഠിനാധ്വാനത്തിന് ഫലം കണ്ടു. അദ്ദേഹവും പ്രശസ്തനായ എഡ്വിൻ ഹബിളും ചേർന്ന് ആ ഡേറ്റ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി. ഗാലക്സികൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. അതും വെറുതെയല്ല. ഒരു ഗാലക്സി എത്രത്തോളം ദൂരെയാണോ അത്രയും വേഗത്തിലാണ് അത് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. അവയുടെ പ്രകാശമെല്ലാം ചുവപ്പ് നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. അതായത് റെഡ് ഷിഫ്റ്റ്. പ്രപഞ്ചം വികസിക്കുകയാണെന്നതിന് ഇതിനും വലിയൊരു തെളിവ് വേറെയില്ല. മഹാവിസ്ഫോടന സിദ്ധാന്തം ശരിവയ്ക്കുന്ന ആ നിർണായക കണ്ടെത്തൽ. ഓക്കെ, പ്രപഞ്ചം വികസിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഒരു നിമിഷം,
എവിടേക്കാണ് ഇത് വികസിക്കുന്നത്? ഇതിനു പുറത്ത് എന്താണുള്ളത്? ഈ ചോദ്യങ്ങൾ നമ്മളെ പ്രപഞ്ചത്തിന്റെ മറഞ്ഞിരിക്കുന്ന രൂപത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. അതാണ് നമ്മുടെ അടുത്ത വിഷയം. ചോദ്യം ഇതാണ്: നമ്മുടെ ഈ പ്രപഞ്ചത്തിന് ഒരു അതിരുണ്ടോ, അതോ ഇത് അനന്തമായി നീണ്ടുകിടക്കുകയാണോ? ചിലപ്പോൾ സ്ഥലം അഥവാ സ്പേസ് നമ്മൾ വിചാരിക്കുന്നത് പോലെ പരന്നതായിരിക്കില്ല, ഒരുപക്ഷേ അത് വളഞ്ഞതാണെങ്കിലോ? ഇത് മനസ്സിലാക്കാൻ കാൾ സാഗൻ ഒരു കിടിലൻ ഉപമ പറയുന്നുണ്ട്. നമുക്ക് ഫ്ലാറ്റ്ലാൻഡ് എന്നൊരു ലോകം സങ്കല്പിക്കാം. അതൊരു പേപ്പർ പോലെ പരന്ന ഒരു ലോകമാണ്. അവിടെയുള്ള ജീവികൾക്ക് നീളവും വീതിയും മാത്രമേ അറിയൂ. ഉയരമെന്നൊരു സംഭവം അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി ഈ ഫ്ലാറ്റ്ലാൻഡിലെ ഒരാൾ ഒരേ ദിശയിൽ നേരെ നടക്കാൻ തുടങ്ങി എന്ന് വിചാരിക്കാം. അയാൾ ഒരിടത്തും തിരിഞ്ഞില്ല. പക്ഷെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. ഇതെങ്ങനെ സംഭവിച്ചു? അതിൻ്റെ അർത്ഥം അവരുടെ ആ പരന്ന ലോകം അവർക്ക് കാണാൻ കഴിയാത്ത ഒരു മൂന്നാം മാനത്തിൽ ഒരു പന്ത് പോലെ വളഞ്ഞിരിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ നമ്മുടെ 3 ഡയമെൻഷനുള്ള പ്രപഞ്ചവും നമുക്ക് കാണാൻ കഴിയാത്ത ഒരു 4ാം ഡയമെൻഷനിൽ ഇതുപോലെ വളഞ്ഞതായിരിക്കാമല്ലോ. ഈ ചിന്ത നമ്മളെ 2 സാധ്യതകളിലേക്കാണ് എത്തിക്കുന്നത്. ഒന്നുകിൽ നമ്മുടെ പ്രപഞ്ചം ഒരു തുറന്ന പ്രപഞ്ചമാകാം. അതായത് അതിന് വികാസം നിർത്താൻ ആവശ്യമായ ദ്രവ്യം ഇല്ലാത്തതുകൊണ്ട് അതെന്നേക്കുമായി വികസിച്ചുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ അതൊരു അടഞ്ഞ പ്രപഞ്ചമാകാം. അതായത് ആവശ്യത്തിന് ദ്രവ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്വന്തം ഗുരുത്വാകർഷണം കാരണം സ്ഥലം ഒരു ഗോളം പോലെ ഉള്ളിലേക്ക് വളയും. അങ്ങനെയെങ്കിൽ അതിന് അതിരുകളില്ല, പക്ഷെ അതൊരിക്കലും അനന്തവുമല്ല. ഫ്ലാറ്റ്ലാൻഡിലെ ജീവി ഒരു ഗോളത്തിന്റെ ഉപരിതലത്തിൽ നടക്കുന്നതുപോലെ. ഇനി നമ്മുടെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ശാസ്ത്രം പുരാതനമായ ചില തത്വചിന്തകളെ കണ്ടുമുട്ടുന്നു. ഈ പ്രപഞ്ചം ഒരു തുടക്കവും ഒടുക്കവുമുള്ള ഒന്നാണോ, അതോ അവസാനമില്ലാത്ത ഒരു പ്രപഞ്ച നൃത്തത്തിന്റെ ഭാഗമാണോ നമ്മൾ? അതിശയകരമായൊരു കാര്യമുണ്ട്. പുരാതന ഹൈന്ദവ തത്വചിന്തയിൽ ബ്രഹ്മാവിന്റെ ഒരു ദിനരാത്രം എന്നു പറയുന്ന ഒരു സമയക്കണക്കുണ്ട്. അത് ഏകദേശം 864 കോടി വർഷമാണ്. ഇന്നത്തെ ശാസ്ത്രം പറയുന്ന പ്രപഞ്ചത്തിന്റെ പ്രായത്തോടും ഭാവിയെക്കുറിച്ചുള്ള കണക്കുകളോടും വളരെ അടുത്തു നിൽക്കുന്ന ഒരു സംഖ്യ. ഇത് വെറും യാദൃശ്ചികമാണോ, അതോ? എന്തായാലും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോ പ്രപഞ്ചത്തിന്റെ ഭാവി എന്താകും? 2 പ്രധാന സാധ്യതകളാണുള്ളത്. ഒന്ന്, മഹാശൈത്യം അഥവാ ബിഗ് ഫ്രീസ്. പ്രപഞ്ചമിങ്ങനെ വികസിച്ച് അവസാനമെല്ലാം തണുത്തുറഞ്ഞ് ഇരുട്ടിലായി ഇല്ലാതാകും. അതൊരു ഒറ്റത്തവണ നടക്കുന്ന കഥ. മറ്റൊന്ന്, മഹാസങ്കോചം അഥവാ ബിഗ് ക്രഞ്ച്. വികാസം ഒരു പോയിന്റിൽ നിൽക്കും, എന്നിട്ട് എല്ലാം തിരിച്ച് ഒരുമിച്ച് ചുരുങ്ങാൻ തുടങ്ങും. അവസാനം തുടങ്ങിയ സ്ഥലത്ത് തന്നെ ആ ഒരൊറ്റ പോയിന്റിൽ എല്ലാം അവസാനിക്കും. പക്ഷേ അതൊരവസാനമായിരിക്കില്ല, ഒരു പുതിയ തുടക്കമായിരിക്കുമോ? അപ്പോൾ നമ്മൾ വീണ്ടും ആ പഴയ ചോദ്യത്തിലേക്കെത്തുന്നു. ഈ മഹാവിസ്ഫോടനം നമ്മൾ വിചാരിക്കുന്നതുപോലെ ഒരു തുടക്കമായിരുന്നില്ലെങ്കിലോ? ഒരുപക്ഷെ അത് ഇതിനു മുൻപുണ്ടായിരുന്ന ഒരു പ്രപഞ്ചത്തിന്റെ അവസാനമായിരുന്നെങ്കിലോ? അതായത് പ്രപഞ്ചങ്ങൾ ഇങ്ങനെ ജനിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും ഒരനന്തമായ ചാക്രിക നൃത്തത്തിലാണോ? നമ്മൾ ആ അനന്തതയുടെ അരികിൽ നിൽക്കുന്ന ഒരു നിമിഷം മാത്രമാണോ? ഈ ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ ഈ ചോദ്യം തന്നെയാണ് നമ്മുടെ യാത്രയെ അർത്ഥപൂർണമാക്കുന്നത്.